ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയേ. സൂവിലാണ് പോയത്. നമ്മളെവിടെ പോയാലും ലേറ്റ് കമേഴ്സാണ്. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ കൊണ്ടാണ് പോയത്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി. ഡബ് ചെയ്ത് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ നടത്താൻ തുടങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എവിടെ പോയാലും നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലേ അതിനനുസരിച്ചുള്ള ഒരു വൈബ് വരുള്ളൂ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ബോട്ടിൽ വെള്ളം തീർന്നു പോയേ. അപ്പം അവിടെയുള്ള ഷോപ്പിലൊന്നും പ്ലാസ്റ്റിക് നിരോധനമായതുകൊണ്ട് മിനറൽ വാട്ടർ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പുറത്ത് പോയി മിനറൽ വാട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കുടിച്ച് ദാഹം എല്ലാം തീർന്നതിന് ശേഷം ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ സൂവിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കുരങ്ങച്ചാരയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടത് കാട്ടുപോത്താണെന്ന് തോന്നുന്നു. കണ്ടു. അത് കഴിഞ്ഞിട്ട് കുറേ ബേഡ്സിനെ കണ്ടു. എല്ലാം കളർഫുള്ളായിരുന്നു കേട്ടോ. കുറേ തത്തകളിങ്ങനെ കൂടി നിൽക്കണത് കണ്ടു. അപ്പോൾ എൻ്റെ മോൻ കരുതി അത് സംസാരിക്കുമെന്നും പറഞ്ഞ് അവൻ അതിന് ഹൈ ഒക്കെ പറഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ കിളികളും. പിന്നെ എൻ്റെ വോയിസ് കുറച്ച് ക്ലിയർ അല്ലായിരിക്കും. എനിക്ക് പനിയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു മൂക്കട പോലെ ഉണ്ട്. അതാണ് സൗണ്ട് ക്ലാരിറ്റി അല്ലാത്തത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും കുരങ്ങനെ കണ്ടു കേട്ടോ. 2 കുരങ്ങനായിരുന്നേ. ഒന്ന് മരത്തിൻ്റെ മുകളിലും ഒന്ന് താഴെയും. റെസ്റ്റ് എടുക്കായിരുന്നു അത് രണ്ടും. പിന്നെ കണ്ടത് ഹിമാലയൻ കഴുകനായിരുന്നു. വലുതായിരുന്നു കേട്ടോ അത്. അത് കഴിഞ്ഞ് അരയന്നങ്ങൾ നീന്തി കളിക്കുന്നത് കണ്ട്. അത് കഴിഞ്ഞ് കാണാൻ പോണത് നീർനായയായിരുന്നേ. നീർനായ നമ്മളെ തൊട്ടടുത്തൂടെ പോകുന്നത് കണ്ട് കേട്ടോ. നല്ല അഴുക്ക് പിടിച്ച വെള്ളത്തിൽ കൂടെ നീന്തി പോകുന്നത് കണ്ട് കേട്ടോ. നീന്തി പോണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടുത്ത് കണ്ടത് 2 കരടിക്കുട്ടന്മാരുടെ കടിയുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ കാട്ടിലെ രാജാവായ സിംഹം നല്ല നിദ്രയിലായിരുന്നു. പിന്നെ കണ്ടത് ഹിപ്പോയാണേ. കുറച്ച് പുറത്ത് നിൽക്കുകയായിരുന്നു. അത് ഒന്ന് അമ്മയും കുഞ്ഞും ആണെന്ന് തോന്നുന്നു. രണ്ടും കൂടെ നീന്തി വരുന്നത്. പിന്നെ നമ്മളെ പണ്ട് സാറന്മാർ അടിക്കുമ്പം പറയുമല്ലോ, നിനക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണോ എന്ന്. അതിനെ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കേട്ടോ. കാണ്ടാമൃഗമായിരുന്നേ. അടുത്ത് കണ്ടത് നമ്മുടെ കടുവക്കുട്ടന്മാരായിരുന്നു. ഒരാൾ നല്ല ഉറക്കമായിരുന്നു, ഒന്ന് നല്ല വാക്കിങ്ങുമായിരുന്നു. പിന്നെ കണ്ടത് ഓക്സ്ട്രിച്ച് ആണേ. അത് കഴിഞ്ഞ് ഉരകങ്ങളെയാണ് കാണാൻ പോയത്. അവിടെ വീഡിയോസ് ഒന്നും അലൗഡ് അല്ല വരുന്നത്, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു. കുറച്ച് നേരം നനയാതെ ഒതുങ്ങി നിന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.